അരുണാചലിൽ മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ അന്വേഷണത്തിൽ ദുരൂഹത നിറഞ്ഞ സാഹചര്യത്തിലും ദുരൂഹതയെ അന്വേഷിക്കണമെന്നുള്ളതും മരിച്ച ആര്യയുടെ ബന്ധു ഗിരിധര ഗോപൻ ജനം ടിവിയോട് പ്രതികരിച്ചു. ആര്യയ്ക്ക് ബ്ലാക്ക് മാജിക്കുമായി ബന്ധമുണ്ടെന്ന സംശയം ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. വട്ടിയൂർക്കാവ് പോലീസും ബന്ധുക്കളും സ്ഥലത്തെത്തിയ ശേഷം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും. വലിയ ദുരൂഹത, ഒന്നിനും കൃത്യമായ ഉത്തരമില്ല. അരുണാചൽ പോലീസിന്റെ കുറെ നിഗമനങ്ങളും കേരള പോലീസിന്റെ സംശയങ്ങളും മുൻനിർത്തിയാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം സ്വദേശി നവീൻ, ഭാര്യ ദേവികയുടെ സുഹൃത്തും അധ്യാപികയുമായ വട്ടിയൂർക്കാവ് സ്വദേശിനി ആര്യ എന്നിവരെ ഇറ്റാനഗറിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തിനാണിവർ ആത്മഹത്യ ചെയ്തത് എന്നതിൽ ദുരൂഹത തുടരുന്നു. ബ്ലാക്ക് മാജിക്കിന്റെ സ്വാധീനത്താലാണ് ആത്മഹത്യയെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ ആര്യയ്ക്ക് ബ്ലാക്ക് മാജിക്കുമായി ബന്ധമുണ്ടെന്ന ഒരു സംശയവും ഉണ്ടായിട്ടില്ലെന്ന് ബന്ധു ഗിരിധര ഗോപൻ ജനം ടിവിയോട് പറഞ്ഞു. നമുക്ക് ഇതിനു മുന്നേ അങ്ങനെ യാതൊരു അറിവുമില്ല. ഈ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് റിപ്പോർട്ട് വന്നതും ചാനലിൽ വന്നതും പോലീസ് പറഞ്ഞതൊക്കെ നമുക്കറിയാവൂ. ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞുകൂടാ. അതിനുവേണ്ടി ആ കുട്ടി അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടിയുമല്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ നാട്ടുകാർക്കും എല്ലാവർക്കും സ്കൂളിലും ഒക്കെ എല്ലാവർക്കും അംഗീകാരമുള്ളൊരു കുട്ടിയാണ്. അതിങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. ഇത് കേട്ടപ്പം നമുക്ക് തന്നെ അതിനകത്തൊരു ദുരൂഹത തോന്നുന്നു. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഹോട്ടൽ മുറിയിൽ നിന്ന് രക്തം കട്ടപിടിക്കാതിരിക്കുന്നതിനുള്ള മരുന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് അരുണാചൽ പോലീസ് വ്യക്തമാക്കുന്നത്. മരണാനന്തര ജീവിതത്തിൽ സ്വപ്നം കണ്ടാണ് ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വട്ടിയൂർക്കാവ് എസ്ഐയും മരണപ്പെട്ടവരുടെ ബന്ധുക്കളും ഇന്ന് ഇറ്റാനഗറിലെ സീറോ വാലിയിലെത്തും. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. മരിച്ചവരുടെ ഫോണും സോഷ്യൽ മീഡിയ ഇടപെടലുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.